ാകുമോ എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. ജി ശ്രീജിത്തും ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, അന്വേഷണ സംഘത്തെ ഒരുപാട് വലയ്ക്കുകയായിരുന്നു സെബാസ്റ്റ്യൻ. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു കുറ്റവാളിക്ക് എവിടെയെങ്കിലും ഒരു തളർച്ച ഉണ്ടാവുക, അത് കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടാക്കുക, ഇതൊന്നുമില്ലാതെ ഈ പിടിക്കപ്പെടുന്ന സമയത്ത് പോലും ഈ കൂടുതൽ സ്ത്രീകളെ വലയിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൊന്നു തള്ളിയോ കുഴിച്ചു മൂടിയോ കത്തിച്ച് നശിപ്പിച്ചോ ഇതുപോലും വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ സെബാസ്റ്റ്യൻ്റെ ഈ ചില പ്രത്യേകതകൾ അത് ഈ കേസ് അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമായി മാറുകയാണ്. നമ്മൾ ആദ്യം തന്നെ കിടക്കുമ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള സെബാസ്റ്റ്യൻ്റെ ഇടപെടലുകളാണ് മറ്റുള്ളവരും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ തോന്നിയിരുന്നത്. ഇത്രയേറെ പണമുണ്ടായിട്ടും 2012 ശേഷം ബാങ്കിൽ പോകാതിരുന്ന സെബാസ്റ്റ്യൻ ചില ബിനാമി അക്കൗണ്ടുകളിലൂടെ പണം ചെലവഴിക്കാൻ ശ്രമമുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതാണ്. ഇത് എന്താണ് വ്യക്തമാക്കുന്നത്? ഒരാൾ ഒരു സൈക്കോ ക്രിമിനൽ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ പണമിടപാടുകൾ അതല്ലാതെ മറ്റാൾക്കാരും അയാൾ നടത്തിയിരുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബാങ്ക് ഇടപാട് പോലും അയാൾ ഒഴിവാക്കി. കൃത്യമായി പ്ലാനോടുകൂടി 2012 മുതൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ കാണേണ്ടത്? അപർണ, പരിപൂർണമായ ഒരു സൈക്കോ, അതിബുദ്ധിമാനായ ഒരു സൈക്കോ, ഒരല്പം അതിബുദ്ധി കൂടിയുള്ള സൈക്കോ, അങ്ങനെയാണ് സെബാസ്റ്റ്യനെ മനസ്സിലാക്കുന്ന അന്വേഷണ സംഘം. അത്ഭുതപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ 68ാം വയസ്സിലാണ് സെബാസ്റ്റ്യൻ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ആ സമയത്താണ് സെബാസ്റ്റ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതായത് 2002 മുതലുള്ള സെബാസ്റ്റ്യനെ കുറിച്ചുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയിരുന്നത്. ഏപ്രിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഈ കേസ് വരുന്നത്. അത് മുതൽ സെബാസ്റ്റ്യന്റെ പിന്നാലെ പലരുടെയും പിന്നാലെ പോയി, പക്ഷേ ഏറ്റവും കൂടുതൽ പോയത് സെബാസ്റ്റ്യന്റെ പിന്നാലെയാണ്. അന്ന് മുതൽ സെബാസ്റ്റ്യനെ കുറിച്ചുള്ള പരിപൂർണമായ വിവരങ്ങൾ എടുക്കുകയായിരുന്നു. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ഇടപാടുകളിൽ ബാങ്ക് ഒരു വലിയ വിലങ്ങുതടിയാകുന്നു എന്ന് സെബാസ്റ്റ്യൻ തിരിച്ചറിയുന്നത്. അങ്ങനെ 2012 മുതൽ ബാങ്ക് ഇടപാടുകൾ സെബാസ്റ്റ്യൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും വസ്തുക്കച്ചവടമാണ് ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യന്റെ ഒരു പ്രധാന വിനോദമായി അല്ലെങ്കിൽ പ്രധാന ഒരു വരുമാന മാർഗമായി സെബാസ്റ്റ്യൻ കണ്ടിരുന്നത്. വസ്തുക്കച്ചവടം എന്ന് പറയുമ്പോൾ ആളുകളെ കൊന്നു തള്ളി ആ വസ്തു ശേഖരിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ, അവരുടെ സ്വത്ത് തട്ടിയെടുക്കുക പോലുള്ള പരിപാടികൾ. അതിൽ 2012 മുതൽ സെബാസ്റ്റ്യൻ അതിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ചത് ബിഗ് ഷോപ്പറിലാണ്. സെബാസ്റ്റ്യനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, സെബാസ്റ്റ്യൻ പോകുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു ബിഗ് ഷോപ്പറുമായി നടക്കുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് ഈ ഇത്തരം പണങ്ങൾ, കാര്യമായി ഉണ്ടാക്കുന്ന പണങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈ നിലയിലാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അപർണ നേരത്തെ ചോദിച്ച ഒരു സംശയം, സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്യുമോ, ഇതിൽ ബിനാമികളുണ്ടോ, ബിനാമികൾ വഴി ബാങ്ക് ഇടപാടുകളുണ്ടോ എന്ന്. എന്തായാലും കോട്ടയം ക്രൈംബ്രാഞ്ച് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച പരിപൂർണമായ അന്വേഷണത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കേസിൽ അങ്ങനെ ആരുമില്ല. അതായത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് കൃത്യം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോഴും അവരുടെ ഒരു നിഗമനമുള്ളത്. ഇതുവരെ അത് സംബന്ധിച്ച് അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതി ഉണ്ട് എന്നുള്ള വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഞെട്ടിക്കുന്നതാണ് അപർണ. ഇതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഈ ആരോട് സംസാരിച്ചാലും, ഇപ്പോൾ അപർണയോട് സംസാരിച്ചാൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് സെബാസ്റ്റ്യൻ സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലാക്കിയെടുക്കും. അപർണയുടെ സ്വഭാവം എന്താണ്, അപർണയുടെ ഇഷ്ടങ്ങൾ എന്താണ്, രീതികൾ എന്താണ്, അപർണയോട് എന്ത് സംസാരിച്ചാലാണ് അപർണയെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുക, വിശ്വസനീയമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയുക എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കൊലയാളി. അത്രയും ബുദ്ധിമാനായ ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെയും കുടുങ്ങിപ്പോകുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ 7 ദിവസമായി ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പല ഘട്ടത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും അവസാന നിമിഷം പറയുമെന്ന് കരുതും, ഇപ്പോൾ വിവരം ലഭിക്കുമെന്ന് കരുതുന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ അതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇനി ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനെ പോയി കഴിഞ്ഞാൽ അവിടെ തെളിവെടുപ്പ് ദിവസം, അവിടെ ഈ കുഴിച്ച ദിവസം ഷൗക്കത്ത് അലി, അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഏതാണ്ട് 3 മണിക്കൂറോളം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. ഒരുപാട് അന്വേഷണ കേസുകൾ തെളിയിച്ചിട്ടുള്ള വിദഗ്ധനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോഴും ഏറ്റവും അവസാന നിമിഷം. അങ്ങനെ സെബാസ്റ്റ്യനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആകെ വൈകാരികമായി സെബാസ്റ്റ്യൻ പെരുമാറുന്നത് കുട്ടിയെക്കുറിച്ചാണ്. കുട്ടിയെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, സെബാസ്റ്റ്യൻ വളരെ വൈകി വിവാഹം കഴിക്കുന്ന ആളാണ്. മകന് ഇപ്പോൾ 10 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 58ാം വയസ്സിലാണ് സെബാസ്റ്റ്യന് കുട്ടിയുണ്ടാകുന്നത്.
ഈ കുട്ടി ഉണ്ടായ ശേഷം പക്ഷേ കുട്ടിക്ക് സംസാരശേഷി ഒരല്പം ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പിന്നീട്, അതായത് ഈ കുട്ടി ഉണ്ടാകാൻ വേണ്ടി തന്നെ പല ചികിത്സകളും മറ്റും നടത്തിയിരുന്നു. അങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത്. വിവാഹശേഷം ഏതാണ്ട് 2008 വിവാഹം നടക്കുന്നത്. അതിനുശേഷം അത്ര കാലം കാത്തിരിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, പക്ഷെ കുട്ടിക്ക് സംസാരശേഷിയില്ല. ആ കുട്ടിയെ ഓർത്ത് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ സെബാസ്റ്റ്യൻ ആകെ തകർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള സെബാസ്റ്റ്യനെ, അതായത് എപ്പോഴും കോൺഫിഡൻസോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിങ്ങൾക്കൊരു ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സെബാസ്റ്റ്യൻ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം വൈകാരികമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. മറ്റൊന്ന്, വളരെ നിർണായകമായ വിവരം ഇതാണ്: ഈ കേസുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ ഇടപെട്ട കേസുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, സെബാസ്റ്റ്യൻ ആളുകളെ കണ്ടെത്തിയിരുന്ന രീതി ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ്. സെബാസ്റ്റ്യനും അവിടെ പോകുന്നുണ്ട്. അത് ചേർത്തലയിലും കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെയുള്ള ആളുകളെ കണ്ടുപിടിച്ചാണ് സെബാസ്റ്റ്യൻ ഇരകളെ കണ്ടെത്തിയിരുന്നത്. അത് നിരാലംബരായ മനുഷ്യരായിരിക്കും ഇരകൾ. അത് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ശരണ്യ ഉൾപ്പെടെ ചെയ്ത ചില പ്രതികരണങ്ങൾ അതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടെത്തുന്ന ആളുകളെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് നിഗമനം. അതായത് തനിക്ക് എല്ലാവരെയും കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, കൃത്യമായ ഇടവേളകളിൽ ഈ 4 കേസും തമ്മിൽ അങ്ങനെ ഒരു ഇടവേളയുണ്ട്. 2006 കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്നത് 2012 പിന്നെ 2018 പിന്നെ 2024 ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തുന്നത്, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായി അത് വാനിഷ് ചെയ്യുക, അത് ഇല്ലാതാക്കുക, തെളിവുകൾ അടക്കം എന്നുള്ള അങ്ങനെ ഒരു ഇടവേള എടുത്താണ് സെബാസ്റ്റ്യൻ ഓരോ കൃത്യങ്ങളും ചെയ്തിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്. മറ്റൊന്ന്, അതിബുദ്ധിമാനാണ് എന്ന് പറയുമ്പോൾ ചില അതിബുദ്ധി സെബാസ്റ്റ്യനെ കുടുക്കി എന്നുള്ളതാണ്. അതായത് ഈ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ ഇന്നലെ ശരണ്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതും ഇയാൾ ബിന്ദു പിന്നെയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ജൈനമ്മ കേസിൽ എത്തുമ്പോഴും ഇയാൾ ഈ ജൈനമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചതാണ് സെബാസ്റ്റ്യനെ കുടുക്കിയത്. സെബാസ്റ്റ്യൻ ഒരുപാട് ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്, പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കുടുങ്ങിയത് ഈ CCTV ഉള്ള കാലത്ത് ജൈനമ്മയുടെ ഫോൺ കൊണ്ടുപോയി ഒരു ഫോൺ കടയിൽ കൊണ്ടുപോയി അത് റീചാർജ് ചെയ്യാൻ ഒരു തുണിയിൽ പൊതിഞ്ഞ ഫോൺ പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വളരെ ഞെട്ടലോടെ കണ്ടത്. മാത്രവുമല്ല, സെബാസ്റ്റ്യനെ ഈ ജൈനമ്മയുടെ ഫോൺ കോൾ വന്ന മേലുകാവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയ CCTV പരിശോധനയിൽ അവിടെയും സെബാസ്റ്റ്യന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം ഞെട്ടിക്കുന്ന ഒരുപാട് ബുദ്ധിമാനായ ഒരു ക്രിമിനൽ എന്ന നിലയിൽ സെബാസ്റ്റ്യനെ കാണുമ്പോഴും ഇത്തരം അതിബുദ്ധികൾ സെബാസ്റ്റ്യൻ കാണിച്ചു. ആ അതിബുദ്ധിയാണ് ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യനെ കുടുക്കിയിരിക്കുന്നത്. റൈറ്റ്, തീർച്ചയായിട്ടും ശ്രീജിത്ത്, ഞാൻ വരാം. ഇപ്പോൾ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ, നേരത്തെയും നമ്മൾ ആ ചർച്ചകൾ പറഞ്ഞു വരുന്ന കാര്യം, ഒരു തികഞ്ഞ സൈക്കോ കില്ലർ, ഇത്രയേറെ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു സൈക്കോ കില്ലർ, ഇതുവരെ നടത്തിയ അന്വേഷണ സംഘം ഏതായാലും മറ്റേതെങ്കിലും ഒരു പ്രതി അല്ലെങ്കിൽ മറ്റാരെങ്കിലും സെബാസ്റ്റ്യനെ സഹായിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു പ്രതി കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള നിഗമനങ്ങളും സൂചനകളും ഒന്നും